അസ്സലാമലൈക്കും. ലെനൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ക്യാരറ്റിൻ്റെ പായസമായിട്ടാണ് വന്നിട്ടുള്ളത്. 100 ഗ്രാം സാബൂനരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയതിൻ്റെ ശേഷം അത് വെള്ളത്തിൽ കുതിരാൻ വെക്കാം. ഇതിപ്പോൾ വെള്ളത്തിൽ കുതിരാൻ വെക്കുന്ന ടൈമിന് ഞാൻ ഒരു 5 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 300 ഗ്രാം ക്യാരറ്റ് ഉണ്ടാവും. അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് വലിയ 2 ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ മയക്കിയെടുത്ത ചട്ടിയാണ് ആ ചട്ടിയാണ് ഇപ്പോൾ പായസം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നെയ്യ് ചൂടായതിൻ്റെ ശേഷമാണ് ഞാൻ അണ്ടി ഇട്ട് കൊടുത്തത്. അണ്ടി എത്ര ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അണ്ടി മൂത്തിൻ്റെ ശേഷം ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തു. അതൊക്കെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടും കുറക്കുകയോ ചെയ്യാം. വേറെ നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മൂത്തിൻ്റെ ശേഷം ഞാൻ വറുത്ത് കോരിഞ്ഞ് ഞാൻ ക്യാരറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടി മുന്തിരിയും വറുത്ത നെയ്യിൽ തന്നെയാണ് ഞാൻ ഇത് വറുത്തെടുക്കണത്. ഇത് നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി പച്ചവാസന പോണ വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് നെയ്യ് കമ്മിയാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിക്കണം. നെയ്യ് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഓയിലോ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. നെയ്യാണ് കൂടുതൽ ഇതിന് ടേസ്റ്റ്. ഇതിൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ മൺചട്ടികളൊക്കെ മയക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുള്ളൂ. ഇത് നല്ല നോൺ സ്റ്റിക്കിൻ്റെ അതേ രീതിയിൽ തന്നെ അടി പിടിക്കാത്ത രീതിയിൽ തന്നെ മയങ്ങി വന്നിട്ടുണ്ട്. ഇനി മൺകലം കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് മയക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ക്യാരറ്റൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അത് കോരി മാറ്റുകയാണ്. ഫുള്ളായിട്ട് കോരി മാറ്റാം. ഇനി ഈ ചട്ടിയിൽ തന്നെയാണ് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് പായസമാക്കി എടുക്കണത് കേട്ടോ. ഈ മൺചട്ടിയിൽ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഞാൻ പായസം തന്നെയാണ്. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാക്കറ്റ് പാൽ ഒരു 700 പാലാണ് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തത്. 500 പാക്കറ്റിൻ്റെ പാല്. പിന്നെയും അതിലേക്കൊരു 4 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തത്. വെള്ളത്തിന് പകരം ഫുള്ളായിട്ട് പാല് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ശർക്കര പാനി ഉണ്ടാക്കണം. അതിന് ഞാൻ ശർക്കര ഒരു 5 ആണി ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് എത്ര വേണ്ടി വെച്ചത് മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഈ സമയം തന്നെ ഉരുക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യം നേരത്ത് പാരാം. കല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ച് പാരണമെങ്കിൽ ഉരുക്കിയെടുക്കണം. ഈ രീതിയിൽ പായസം വെക്കാത്തവരൊന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ പാല് നല്ലോണം തിളച്ചതിൻ്റെ ശേഷമാണ് ഞാൻ സാബൂനരി ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. നേരത്തെ വഴറ്റി വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. സാധാരണ ഇതേപോലെ പായസമൊക്കെ പാലൊക്കെ പാർന്ന് മൺചട്ടിയിൽ തിളപ്പിക്കുകയാണെങ്കിൽ പുതിയതാവുമ്പോൾ അടിക്ക് നന്നായി പിടിക്കാറുണ്ട്. ഇത് അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. മധുരം ശർക്കര ഞാൻ ലാസ്റ്റാണ് ഇതിലേക്ക് ഒഴിക്കണത്. ഈ സമയം തന്നെ ശർക്കര ഒഴിച്ചു കൊടുത്താൽ പാല് പിരിയുള്ളൂ. ക്യാരറ്റും പാലും ശർക്കരയും കൂടുമ്പോൾ നന്നായി പിരിഞ്ഞ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ശർക്കര ഒഴിക്കണത്. ഇപ്പോൾ ഞാനിത് നന്നായി വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ശർക്കര പാനി ഒഴിക്കണത് കേട്ടോ. ശർക്കര പാനി ഒരു അരിപ്പിയിലൂടെ ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട്.
ഇത് നമുക്ക് വലിയ പാർട്ടികളിലോ സദ്യ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. വിഷുവിന് ഓണത്തിനും ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പായസമാണ്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. 4 ഏലക്കയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തതാണിത്. അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ടുകൊടുത്തു. ഈ സമയം തന്നെ കറക്റ്റാണ് മധുരം ഉപ്പും ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാര ചേർക്കണം എന്താ വെച്ചാൽ ശർക്കര മധുരം ബാലൻസ് ചെയ്യാനൊക്കെ നല്ലതാണ്. നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിമുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു ഹെൽത്തി പായസം കൂടിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ക്യാരറ്റ് ആകുമ്പോൾ നല്ല സൂപ്പർ പായസമാണ്. നല്ല തടിക്കും ഹെൽത്തിയാണ്. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. അടുത്ത വീഡിയോക്കുമായി കാണാം. ബൈ.